തലപതി വിജയുടെ 68th മൂവിയാണ് ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. തലപതി വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മൂവിയാണ്. സോ അതിനുശേഷം ഒരു മൂവിയും കൂടി ഉണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ ഫിലിം കരിയർ സ്റ്റോപ്പ് ചെയ്യാണ്. സോ അങ്ങനത്തെ ഒരു ടൈം വരുന്ന ഒരു മൂവി എന്ന് പറയുമ്പോൾ വേറെ ലെവൽ ഓഫ് ഹൈപ്പ് ഒക്കെ ആകേണ്ടതാണ്. പക്ഷെ ആ ഒരു ഹൈപ്പ് ഈ ഒരു മൂവിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം ഇപ്പം റീസെന്റ് വന്ന ലിയോ ഏകദേശം ഒരു വർഷം ഫുള്ള് ടോക്ക് ഓഫ് ദ ടൗൺ ലിയോ തന്നെ ആയിരുന്നു. ഓരോ അപ്ഡേറ്റ്സും അത്രമാത്രം ആഘോഷമായിരുന്നു. ഒരു പോസ്റ്റർ ആയാലും ശരി, ലിറിക്കൽ വീഡിയോ ആയാലും ശരി, മ്യൂസിക് ആയാലും ശരി, ട്രെയിലർ ആയാലും ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ആയാലും എല്ലാത്തിലും എന്തുമാത്രം നിങ്ങൾ ജസ്റ്റ് ആ ഒരു യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം ലിയോനെ കുറിച്ചിട്ട് മാത്രമായിരുന്നു അപ്ഡേറ്റ്സ്. അതേപോലെ ഡീകോഡിംഗ് ആയാലും അങ്ങനെ ഒരുപാട് അത്രമാത്രം എക്സൈറ്റിംഗ്, അത്രമാത്രം എൻഗേജിങ് ആയിരുന്നു ആ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ അതിന്റെ 7 അയലത്ത് ഗോട്ട് എത്തിയിട്ടില്ല. ഒരു തലപതി ഫാനായ എനിക്ക് പോലും ഈ ഒരു മൂവിക്കുള്ള ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു എൻഗേജിങ് ഫീലൊക്കെ വളരെ കുറവാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അപ്ഡേറ്റ്സ് തന്നെയാണ്. കാരണം ഈ ഒരു മൂവിക്ക് വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഒരു തരത്തിലും ആസ് ഒരു വിജയ് ഫാൻ ആയാലും ആസ് ഒരു നോർമൽ ഓഡിയൻസ് ആയാലും ആർക്കും ഒരു 100% സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ഓക്കെ ഇത് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് എൻഗേജിങ് തരുന്ന മൂവി എന്നൊരു ഫീൽ തരുന്ന ഒരു അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല. ഇവരൊരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവിയുടെ അനൗൺസ്മെന്റ് ടൈമിൽ ഈ VFXന്റെ സ്റ്റുഡിയോയിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര എൻഗേജിങ് ഫീൽ ആയിരുന്നു. ഓക്കെ തലപതി ആദ്യമായിട്ട് ഒരു സൈഫൈ മൂവി ചെയ്യുന്നു. കാരണം അതിനു മുമ്പ് ഒന്ന് ലിയോ പോലും തലപതി ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഭയങ്കര വയലൻസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ട് പിന്നീട് അടുത്ത് വരുന്ന ഒരു മൂവി സൈഫൈ. സോ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പക്ഷെ പിന്നീട് വന്ന ഓരോ അപ്ഡേറ്റ്സും എസ്പെഷ്യലി ഇപ്പൊ സോങ് തന്നെ എടുത്തു പറയാം. തലപതിയുടെ മൂവീസ് എന്ന് പറയുമ്പോൾ സോങ്സ് ഒക്കെ വേറെ ലെവലായിരിക്കും. ഇപ്പൊ ലിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അത് എടുത്തു പറയണം. കാരണം അനിരുദ്ധൊക്കെ അതിന്റെ ഓരോ സോങ്ങും വേറെ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. വാരിസ് ആയാലും ശരി അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഈ ഒരു മൂവിൽ വന്നിട്ടുള്ള ഓരോ സോങ്സും സത്യം പറഞ്ഞാൽ ഞാൻ ഏകദേശം 1-2 പ്രാവശ്യം മാക്സിമം അത് ഞാൻ കേട്ടിട്ടില്ല ഒരു സോങ്സ് പോലും. കാരണം റിലീസായിട്ടുള്ള ഒരു സോങ്സിന് പോലും ഒരു തരത്തിലുള്ള റിപ്പീറ്റ് വാല്യൂ ഇല്ല. യുവൻ ശങ്കർ രാജയ്ക്ക് എന്ത് പറ്റുന്ന ഒരു പിടുത്തമില്ല. ഇനി ട്രെയിലർ ഉണ്ടാകുമ്പോൾ പോലും എനിക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്നൊരു ഫീൽ ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു ബ്രഹ്മാണ്ഡമായിട്ടുള്ള സൈഫൈ മൂവി, ഭയങ്കര ആക്ഷൻ സീക്വൻസും ടൈം ലൂപ്പും. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ ഓക്കെ അങ്ങനെ ഒരിക്കലും ട്രെയിലർ റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീക്വൻസ് ഒക്കെ കാണാമായിരിക്കും. അതുകൊണ്ടായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ട്രെയിലർ റിലീസ് ചെയ്ത. ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട് ഈ ഒരു മൂവിയിൽ ഒരുപാട് ക്യാമിയോ റോൾസ് ഉണ്ട്, അല്ലെങ്കിൽ വെങ്കട് പ്രഭുവിന്റെ തന്നെ മറ്റുള്ള മൂവീസുമായിട്ട് ഈ ഒരു മൂവിൽ ലിങ്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് റൂമേഴ്സ് ഈ സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ട്രെയിലർ ഉണ്ടാകും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് തലപതിയുടെ മിക്ക മൂവീസിലും ഹൈലൈറ്റ് ആയിട്ടുള്ള ഡയലോഗ്സും സീക്വൻസ് ഒക്കെ ഒരു എന്ത് പറയുക ഇങ്ങനെ എടുത്ത് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് ആ ട്രെയിലർ. അതുപോലെയാണ് എനിക്ക് ഫീൽ ആയത്. അല്ലാതെ ഒരു പുതുമയായിട്ടൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പം ഒരുപാട് റെഫറൻസ് എടുത്ത് വെച്ച് ഒരു സിനിമ ഉണ്ടാക്കി അതുപോലെയാണ് എനിക്ക് ഫീൽ ആയത് ശരിക്കും പറഞ്ഞ ട്രെയിലർ കണ്ടിട്ട്. പക്ഷെ മൂവി ഇങ്ങനെയൊന്നും ആവാൻ ചാൻസ് കാണത്തില്ല. കാരണം ഓക്കെ നമ്മൾ ട്രെയിലറിൽ കാണിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഓഡിയൻസിന് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം മൂവിയിൽ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തു വെച്ച്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ ഇഷ്ടപ്പെട്ടില്ല, സോങ്സ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് ആ ഒരു വേണ്ടത്ര ഹൈപ്പ് ഇല്ല, ആ ഒരു എൻഗേജിങ് ഫാക്ടർ ഇല്ല, ഒരു സെക്കൻഡ് ലാസ്റ്റ് മൂവിയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈപ്പും ഒരു എക്സൈറ്റ്മെന്റും ഈ മൂവിക്ക് തരാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ തലപതിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ലോ ഹൈപ്പ് വരുന്ന ഒരു മൂവി വാരിസിന് വരെ ഹൈപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ ഇതൊക്കെ പറഞ്ഞാലും ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്റ്റാർഡം ഉണ്ടല്ലോ തലപതി വിജയ്, അത് ആ ഒരു മൂവിനെ വേറെ ലെവൽ എത്തിക്കും. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി. കാരണം ഈ ഒരു മൂവി ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിയാൽ മനസ്സിലാവും. വിത്തിൻ 1 ഡേ ആണ് ആ ഫസ്റ്റ് ഡേയുടെ എല്ലാ ടിക്കറ്റും സോൾഡ് ആയിട്ട് പോയത്. ഇവിടെ ഫാൻ ഷോയ്ക്ക് പോലും ടിക്കറ്റ് ഇല്ലാതെ ആൾക്കാർ ഓടിയ അവസ്ഥയുണ്ട്. ഞാനൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് ഒരു സീറ്റ് കിട്ടിയെന്ന് അറിയാം. കാരണം ലിയോയ്ക്ക് പോലും എനിക്ക് തോന്നുന്നില്ല, ഞാൻ ലിയോക്കൊക്കെ ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. പക്ഷെ ഇതിനൊക്കെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അത്രമാത്രം ആ ഒരു എന്ത് പറയാ പ്രൊമോഷനും അല്ലെങ്കിൽ ആ മൂവിയുടെ ഇതുവരെ എന്നുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നില്ലാത്ത ഒരു ഹൈപ്പും ഫീലും ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആ ഒരു തലപതി വിജയ് എന്ന ഒരു പേര് തരാൻ സാധിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ആ ഒരു ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്റേഴ്സിലും എല്ലാ സ്ക്രീൻസിലും ഗോട്ടാണ്. എനിക്ക് തോന്നുന്നു 700+ സ്ക്രീൻസ് വന്നുണ്ട് ഈ ഒരു മൂവി. അതുപോലെ തന്നെയാണ് ഇവിടെ കേരളത്തിലും ഫസ്റ്റ് എല്ലാ തിയേറ്റേഴ്സിലും ഗോട്ടാണ്. സോ അതാ ഞാൻ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും ശരി ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാർഡം, ആ ഒരു വാല്യൂ അത് അവിടെ തന്നെ കാണും. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സ്ഥിരം രക്ഷകൻ ടൈപ്പ് ഒക്കെ തന്നെ ആണെങ്കിലും ആ ഒരു സൈഫൈ എലമെന്റും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു ഫുള്ളി ആക്ഷൻ പാക്ഡ് മൂവി തന്നെയാണ്. ആൻഡ് ഈ ഒരു മൂവി VFX ഒക്കെ ചെയ്തത് ലോല VFX ആണ്. ആ സമയത്ത് ഒരു പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആ ഒരു സ്റ്റുഡിയോ പോസ്റ്ററൊക്കെ വന്ന് ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത സമയം ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ അതായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് വെങ്കട് പ്രഭു ആണ്. ഓഫ് കോഴ്സ് പുള്ളിക്കാരന്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കി അറിയാം. ഓരോ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള യൂണിക്നെസ്സും ഒരു എന്ത് പറയാ ഒരു വേറിട്ട ഒരു സ്റ്റോറി ടെല്ലിങ്ങും കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. സോ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു മൂവി കാരണം തലപതിനെ പോലെ ഒരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് എന്തായാലും സിമ്പിൾ ആയിട്ട് ഒരിക്കലും അത് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. അതും പുള്ളിക്കാരന്റെ സെക്കൻഡ് ലാസ്റ്റ് മൂവിയാണ്. ഇത് കഴിഞ്ഞ ഒരു മൂവിയും കൂടി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ ഒരു ഫിലിം കരിയർ നിർത്താൻ പോകണം. സോ അങ്ങനത്തെ ഒരു ടൈമിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു ഡയറക്ടർ ഇങ്ങനത്തെ ഒരു വലിയ സ്റ്റാർഡമായിട്ട് വലിയ വാല്യൂ ഉള്ള ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് അത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്യും. പക്ഷെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ആയാലും മൂവിയുടെ പ്രൊമോഷൻ ആയാലും ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാലും പക്ഷെ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് തലപതി വിജയ്. സോ അത് മാത്രം മതി മൂവിക്ക് കയറാനായിട്ട്, വേറെ ഒന്നും വേണ്ട. പക്ഷെ എന്തായാലും വെങ്കട് പ്രഭു ഈ ഒരു ടൈമിൽ ഈ ഒരു സിറ്റുവേഷനിൽ നോർമൽ ആയിട്ടുള്ള സ്റ്റോറിയും ആ ഒരു കോൺസെപ്റ്റും കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഒരു വെറൈറ്റിയും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മൂവി തന്നെ ആയിരിക്കാം ഗോട്ട്. സോ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇപ്പം വലിയ രീതിയിൽ ഹൈപ്പ് കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം ലിയോയ്ക്ക് അത്ര ഒരു ഹൈപ്പ് ഉണ്ടായിട്ടും സെക്കൻഡ് ഹാഫ് വർക്കാവാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഒരു മൂവിക്ക് ഈ ഒരു ലെവലിലാണ് ഹൈപ്പും എക്സൈറ്റ്മെന്റ് ഒക്കെ നിന്നിട്ട് നമ്മൾ പോയി കാണുമ്പോൾ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ എടുത്തു പറയാം
മോനെ ഈ സിനിമ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ പോകും. അതത്രേ ഉള്ളൂ. സോ എന്തായാലും കണ്ടു നോക്കിയിട്ട് പറയാം. ഇനി 2-3 ദിവസം മാത്രമേ ഉള്ളൂ. സോ എന്തായാലും ഗോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ പറയൂ. ആൻഡ് നിങ്ങൾ ആ മൂവിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ളത് കൂടി കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതൊട്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.